Must be there. Good afternoon to everybody and a very warm welcome to this program. ACAF Wellness Day was inaugurated on February 19th. This was in memory of our dear friend Ahmed Ashraf, who passed away in the month of January, and it was a loss that cannot be replaced. And we often say that if he had taken care of his health, he would probably have been alive today. But the legacy that he left behind is huge, and we would love to take it forward. And so ACAF Wellness Day was on February 19th, and from then onwards we started a series of programs that is aimed at keeping ACAF members healthy. And to join us in this journey, we have the giants in healthcare, Aster. Namala February 19th inaugurate the program is going so well. ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ഒത്തിരി പേര് have been motivated to become healthy and adopt a better lifestyle. Today we are with two doctors from Aster, and they are going to be discussing about the importance of managing lifestyle diseases, preventive care and periodical checkups. That's our topic. The two doctors who have joined us are Dr. Johnny Papachan Avukaran, internal medicine specialist, MBBS MD in medicine, MRCP from UK, MRCP from London, and he is based in the Aster Hospital at Gises. Dr. Johnny, welcome. We also have Dr. Satish Kosuri, general practitioner, MBBS MD, who is with the Aster Volunteers Mobile Medical Services. In the two doctors in nammalodu lifestyle diseases ne pettiyum adu engane prevent cheyam engane manage cheyam ennulla oru topic discuss cheyyunnayirikkum. And we would invite ഓരോരുത്തരും ഇതിൽ join ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുടെ doubts നിങ്ങൾക്ക് ഒന്നെങ്കിൽ unmute ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ chat box ൽ ഇടാം. ഇവരുടെ talk കഴിയുമ്പോഴത്തേക്ക് we will be asking those questions. So now we start off with Dr. Johnny Papachan, who will be talking to us on this very important topic. Dr. Johnny. Hello, good afternoon. See, നമ്മളെല്ലാവരും ഒരു വലിയ പാൻഡമിക്കിൻ്റെ ഡെപ്തിലാണല്ലോ. COVID-19 നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിൽ നിന്ന് യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് അതിനെക്കുറിച്ച് പാൻഡമിക് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതാണ് ക്വിൻറ്റസെൻഷ്യലി പാൻഡമിക് to us is COVID-19. But ചരിത്രത്തിൽ നോക്കിയാൽ ഇതിനൊക്കെ വലിയ പാൻഡമിക്കുകൾ, ദ ബ്ലാക്ക് ഡെത്ത്, ദ ഗ്രേറ്റ് പ്ലേഗ്, ദ സ്പാനിഷ് ഫ്ലൂ, പിന്നെ അടുത്താണെങ്കിൽ സാർസ്, മെർസ്, ഇങ്ങനെ പല പാൻഡമിക്കുകൾ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ഇത്രയും പെട്ടെന്ന് അഫക്റ്റ് ചെയ്തൊരു സാധനം COVID-19 തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഇതിനേലൊക്കെ വലിയ ഒരു വിപത്ത് നമ്മളെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും ഒന്നുകിൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പക്ഷേ പറയുകയാണെങ്കിൽ ഒരു നമ്മളറിയുന്ന ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കാര്യമായി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പം ഒരാൾക്ക് വണ്ണം കുറച്ച് കൂടുതലുണ്ട്, ഡയബറ്റിസ് ഉണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മരുന്ന് കഴിച്ച് അങ്ങനെ പോകുന്നു എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഓരോ ഇൻഡിപെൻഡൻ്റ് അസുഖങ്ങളല്ല, ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതൊക്കെ തന്നെ ഈവൻ ഈ COVID-19 പോലും നമ്മൾ മനുഷ്യർ നമുക്ക് തന്നിരിക്കുന്ന ഭൂമിയും നമ്മുടെ ശരീരവും എങ്ങനെ അബ്നോർമലായിട്ട് ഏറ്റവും മോശമായി ഉപയോഗിക്കാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ ഉപയോഗിച്ചതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആണ് ഈ വൈറസും ഈ ഗ്ലോബൽ വാർമിങ്ങും നമ്മൾക്കുണ്ടാകുന്ന ഈ രോഗങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ
മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നൊരു ബ്രോഡ് അംബ്രല്ല ടൈം ഉണ്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒബീസിറ്റി, അത് പൊണ്ണത്തടി, പിന്നെ ഷുഗർ, ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന, ഹൈ യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ ഡിസീസ്, പിന്നെ ഗേൾസിനും വിമനും ആണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഇൻഫെർട്ടിലിറ്റിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ ആർത്രൈറ്റിസ്, ഗൗട്ട്, യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാവുന്ന വരുന്നത്, പിന്നെ വണ്ണം കൂടിയിട്ടുണ്ടാവുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഡിജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ്, ഡിപ്രഷൻ, ക്യാൻസേഴ്സ്, ഇതുകൊണ്ടുണ്ടാവാൻ പറ്റാത്ത അസുഖങ്ങളില്ല. ഇതൊക്കെ നമ്മൾക്ക് വളരെയധികം നമ്മളുടെ കൺട്രോളിലുള്ള അസുഖങ്ങളാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൾമോസ്റ്റ് എൻറ്റയർലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേയൊക്കെ പാരമ്പര്യമുണ്ട്, കുറേയൊക്കെ എൻവയോൺമെൻറ്റ്, പക്ഷേ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഡിലേ ചെയ്യാൻ പറ്റുന്ന, മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ്. പക്ഷേ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത പോലെയാണ് ഒരുവിധം നല്ല അറിവുള്ളവർ പോലും പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്ത്? ഇതൊരു മഹാമാരിയാണ്. ഇതാണ് ശരിക്കുള്ള പാൻഡമിക്. ദ ഒബീസിറ്റി പാൻഡമിക്, ദ മെറ്റബോളിക് സിൻഡ്രോം പാൻഡമിക്, ഇറ്റ്സ് എ ഗ്ലോബൽ ഡിസാസ്റ്റർ. തിങ് ഈസ്, ഗവൺമെൻറ്റ്സോ ഓർഗനൈസേഷൻസോ ഇൻഡിവിജ്വൽസോ ആരും തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും അറിയത് വളരെ വെൽ നോൺ ആണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏത് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ പോയാലും ഏത് റിസോഴ്സിൽ പോയാലും നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് വായിക്കാൻ അറിയാനൊക്കെ പറയും. എവറിത്തിങ് ഈസ് വെൽ ലെയ്ഡ് ഔട്ട്. തിങ് ഈസ് ലൈക്ക് സോ മെനി അതർ തിങ്സ്, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി രോഗികളാക്കുന്നത്. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിജനറേറ്റീവ് ഡിസീസിൻ്റെ കൂട്ടാണ് ഇത് പെടുന്നത്. ഇപ്പോൾ കോവിഡ് വൈറസിനെ നമ്മൾ എത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടിയാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റുണ്ട്. അതാണ് സത്യം. നമ്മളൊക്കെ മാക്സിമം ശ്രമിച്ചാലും നമ്മൾ പലരും രോഗികളായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും രോഗികളാകും. അത് ഇപ്പോഴും നമ്മളതിനെ ഫൈറ്റ് ചെയ്യുക. പക്ഷേ ഈ അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടലി ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. അതായത് ഭക്ഷണം കൺട്രോൾ ചെയ്യുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, മദ്യം കഴിയുന്നത്ര ഒഴിവാക്കുക, പുകവലിക്കാതിരിക്കുക, എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും രോഗം വരുമ്പോൾ ഒരു വ്യത്യാസം ശരീരത്തിൽ കണ്ട ഉടനെ ഡോക്ടറെ കാണുക, കലാകാലങ്ങളിൽ കറക്റ്റ് സമയത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യുക, എന്നിട്ട് വേണ്ട മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്താണെന്ന് വെച്ചാൽ മരുന്ന് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ എന്താണെന്ന് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വകുന്ന വലിയ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, അത് ക്യാൻസർ ഒക്കെ വരാതിരിക്കും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ചികിത്സ എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്തക്കുഴൽ അങ്ങ് ബ്ലോക്കായി. അപ്പോൾ അതിന് ആ രക്തക്കുഴലിൽ രക്തം കൊടുക്കുന്ന മസിൽ ചത്തുപോയി. പിന്നെ ബാക്കിയുള്ള ഹാർട്ടിന് അതൊരു ഭാരമാണ്, ഒരു ബേർഡൻ. അപ്പോൾ അതുവേണ്ടി ഹാർട്ട് റീമോഡൽ ചെയ്യും. അപ്പം ഹാർട്ട് ഫെയിലിയറോ ഒക്കെ വരും. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും ഈ ഹാർട്ട് ഫെയിലിയർ തടയാനും ഒക്കെയാണ് പിന്നെയുള്ള ചികിത്സ. അപ്പോൾ ഓൾറെഡി നമുക്ക് പറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ പറ്റാതിരിക്കാനാണ് നമ്മൾ ഇത്തരം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവലും, പിന്നെ നേരത്തെ ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യാനും എന്താണ് ഓപ്റ്റിമം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള അറ്റംപ്റ്റ്സ്, അതിനെക്കുറിച്ചാണ് ഈ ഒരു സംവാദം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എൻ്റെ സുഹൃത്ത്. Good afternoon, everyone. I'm Dr. Satish. Actually, regarding prevention and all, I want to tell some things like, previously we used to go to many large areas and we do large camps, and there we see many people with hypertension, diabetes, which they don't know. They don't know at all, and their values are very high. Once they ask, like we ask the history of the patient, the person will tell, sir, night times I am getting palpitations. But I thought like I am with fear, stress with work. That's why I thought it's normal. After seeing the blood pressure was very high, and he don't know what to do next. And some people, they say while working I am getting chest pains, sir. Some people while working they got severe headache, and they think that because of regular usage of computer my vision is not good, that's might. So in this way we try to explain them there are few things which they have to check by themselves. That is like the regular, which is main culprits, the non-communicable diseases which we call the lifestyle disorders and all, like especially hypertension. 1.13 billion people every year they are seeing lot of hypertensive cases. Gone unnoticed are many. In this 50% they don't have symptoms. They don't know that already they are hypertensive, or they don't know that already they are diabetic, or already their values are coming to be like pre-hypertensive or diabetic. So the common things which we learn in the recent, like pre-pandemic and post-pandemic, after a pandemic and pre-pandemic, which we commonly saw is like in all research papers they mentioned, suppose if you do exercise every day early in the morning, especially more than 40 minutes, I will tell you a zero cost exercise, that is go for a walking, especially for 40 to 45 minutes. If you do walking, your body immunity develops. In COVID times we ate a lot of ginger, garlic,
and lot many stuff in like in Facebook, whatever someone sit and say, we followed. We thought it is correct. No such way. Like if you walk, your immunity will go high. And especially COVID, I am giving example because everyone knows about it. It's a respiratory effect causing, disease causing virus. To increase your lung immunity or increase your lung capacity, exercise is the answer. Just go for a walk for 45 minutes, not like a simple walk like we friends go. There should be like at least a brisk walk, like with a speed of at least in 10 minutes, 1 kilometer you cover. That is the best way. And while walking, you have any difficulty breathing or chest palpitations, definitely you need a specialist advice. For sure, we have to stop, and ECG will help. And a normal checkup like your blood pressure, your sugars, if you check if anything is there, if you correct it before only, definitely you can just know it, like sir explained, heart attack is a big issue nowadays. We can avoid it. We can like prevent that. Once you take medicine for hypertension or diabetes, consulting a doctor, maintaining a good lifestyle, and if you do exercise, your bones will be good, and if you do exercise, your stress hormones can be in control, and if you do exercise, even your endorphin release from the kidney keeps you immune and feel light, and your fitness levels will be good. I can tell near about 1,000 benefits if you go for exercise in the morning just for above 40 minutes, that which you have to do. And for cancer prevention, this is the line. For hypertension like control, this is the line. For diabetes, this is the line. Always we say go for exercise in the morning. It doesn't cost much, like just go for a walk. One pair of good shoe and a good, like if it is winter, a cotton free wear, and if it is it's summer, cotton free wear, and winter full coverage, and go for a walk. And a simple test, if you can go to a hospital, just go for your simple test like lifestyle. If you think that cholesterol is high, or if you unnotice these things, and you have some headache issues or any palpitation issues, or unnecessary sweating is there in your work, and you feel lightheadedness or heavy-headedness, which you are neglecting, don't neglect it. Just go have a basic test in your hospitals, which is of very low cost nowadays. There are many packages going on in the hospitals. You can go for it. And a simple things with a consultation, a specialist consultation is there. Doctor can assess your condition. If in case he thinks that there is a necessity of other tests, it is well and good. Well in advance you came to a hospital, now you are safe. It's not that already 70% damage is done, 70% block is there in your artery. That time you are reached and you are going for a simple test. That time even doctor also have to go for a higher test. So for a precaution wise, if you are above 40 especially, and you have such symptoms like any chest pain or difficulty breathing, or like any palpitations, or you are feeling weak, or any evening rise of temperatures and all, go for a doctor and go for a test. It is very good. And coming to food, healthy food doesn't mean a plate full of food. Like there is a proportion, like which is a gold standard proportion we follow. Like 65% should be carbs, and 20% fat, and 15% protein, which gives you immunity, which gives you vitamins, minerals, carbohydrate, fat and all. If I say like if you eat vegetables, definitely weekly 5 days we suggest go for a vegetarian diet, 2 days non-vegetarian diet, which is very good actually. But once we say, the people don't know how much of vegetables they have to eat. Some people they can eat definitely one full broccoli and sit. It's not like it contains a fiber which can't be digested, and once which can't be digested, if you take in excess, it will take the vitamins and minerals and come out, because it won't let others also to absorb. So there is a limit. Keep 1 cup of vegetable salads, which is very good for you, and keep vegetarian diet at least 5 days in a week, and go for a lean meat like fish, chicken, which is good, rather than going for a red meat, because red meat we saw many things for heart attacks, for cancers and all. So we don't advise much red meat nowadays. And other main thing is like your sleep, and this sleep is very, very, very important. Especially we have a hormones called like stress hormones, like corticosteroids, which released by the kidney. Once we sleep properly, especially night times, go to bed early, wake up early, that times the steroid hormone released from the kidney will be in peaks. If you sleep properly that time, and the restoration, repair, rest, relaxation will definitely be in your body while sleeping, and morning you look fresh. If you go for exercise, the circulation will be good, the oxygen nutrient distribution will be good, you will be active, and your fitness levels gives you like for 12 hours you can work properly. And main culprit nowadays, I am telling, including doctors in this COVID pandemic, is stress. Sir, I did all the tests, whatever tests available in the hospital, all I did, everything is coming normal, but I have a lot of issues in my body. These are all stress explained, like unexplained, I had to tell medical reasons. Stress related unexplained medical reasons.
he get joint pains. Doubt is now vitamin D, I just read in Facebook. Or he gets severe joint pains in the morning and evening and he feel like uric acid maybe. Or sometimes he feel weak and going to urine because of high stress. He thinks that maybe diabetes. And maybe it is because stress causes these all things. If you have to control your stress, sleep properly, go for a walk in the morning, do some meditation if you can, relax yourself, slow deep breathing exercise will help you, eat food on time, don't take too much of oily and spicy foods if you have excess this thing, and morning have a good breakfast, night reduce your food like to 1 chapati or 2 slices of bread, night food should be low, and keep at least 1 hour time from your food to sleep. These are simple practices which doesn't cost much. And now stress is finance, job, everything, which we have to accept that nowadays. Without stress, no one can live in this world. Stress gives us knowledge, stress gives us money, stress gives us promotions also, good name also. But thing is, stress also, if there is a limit, 8 hours, 12 hours, it's fine. Other than that, we have to divert our mind. Don't watch crime news. Don't always, like rude driving and all, excessive alcohol, smoking for, it doesn't make sense if you smoke to get relaxed. Smoke might be for 15 minutes, the dopamine in your body gives a feel like you are the boss of the society. But other than that, it's addiction is there. So if you are a smoker, if you are going for a walk and finding difficulty breathing, if you have chest palpitations, and if you have headache during work, basic things are definitely needed. That is what we call your lifestyle diseases. Hypertension, diabetes, cholesterol, vitamin D, and a lot of varicose veins. Like if you have a long-standing work, you have to wear socks till above knee, which we are not doing nowadays. Even the socks are coming shortcut, and now even I don't see any socks with a shoe. So these things with a simple remedies. If you come to a hospital with a simple major test done, we can see and assess you and tell you are healthy or not. Once a minor changes is needed, which is a home remedy, that will be very helpful for you. And if you change your lifestyle, it will be definitely good. And suppose if you have a hypertension or diabetes already diagnosed, I think Johnny sir is the correct person to comment on it, sir, please. ഓക്കെ, ഇപ്പം ഡോക്ടർ സതീഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്തു. അപ്പം നമുക്ക് കോമൺലി ഇപ്പം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ, നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുടെയൊക്കെ അസുഖങ്ങൾ എന്താ? സ്ഥിരം ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാ? പ്രമേഹം, പ്രഷർ, ഹാർട്ടിന് അസുഖം, ജോയിൻറ്റിൽ വേദന, പിന്നെ ഈ ക്യാൻസർ, പിന്നെ കുട്ടികളുണ്ടാവാത്തതിന്, പിന്നെ എന്താ പറയുക, ഡിപ്രഷൻ. അതിന് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ. ഡിപ്രഷൻ ഒരാൾക്ക് നിരാശയാണെന്ന് പറഞ്ഞാൽ ആരും ഹോസ്പിറ്റലിൽ പോയില്ല. ഉറക്കമില്ലായ്മ, അവിടെ ഇവിടെയൊക്കെ വേദന, വയ്യായ, മറ്റുള്ളവരുടെ കാഴ്ചപ്പെടൽ, ഇങ്ങനെയൊക്കെയാണ് ഈ നിരാശ, വിഷാദം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ ഒക്കെ പുറകിൽ ഈ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ ഈ ഭക്ഷണം നിയന്ത്രിക്കാതെ ഭക്ഷണം കഴിക്കൽ, അല്ലെങ്കിൽ തോന്നിയ സമയത്ത് തോന്നിയതൊക്കെ കഴിക്കുക, പിന്നെ വൈകി ഉറങ്ങുക, പിന്നെ എന്താ പറയുക, ഒരുപാട് മദ്യം കഴിക്കുക, പുകവലിക്കുക, ഇതൊക്കെയാണെന്ന് പെട്ടെന്നങ്ങ് മനസ്സിലാക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വാസ്തവം അതാണ്. ഇതൊക്കെയാണല്ലോ കോമൺ അസുഖങ്ങൾ. ഇപ്പോൾ രോഗാണുക്കളെയൊക്കെ ഒരുവിധം നമ്മൾ കീഴടക്കി കഴിഞ്ഞു. ഈ ബാക്ടീരിയകളെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാം. പിന്നെ വൈറസ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കോവിഡ് എന്ന് പറഞ്ഞ വൈറസ് ഇപ്പോൾ വന്ന് 1 വർഷമായി. നമ്മൾ ഒരുവിധം അതിനെ നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മളതിനെ കീഴടക്കി ഇരിക്കും. ഇപ്പം മിക്കവാറും ഒരുവിധം നമുക്ക് ഈ വർഷത്തിൻ്റെ നടുക്കോട് കൂടി അതിനെ നമുക്ക് കൺട്രോളിലാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മൾക്ക് പിന്നീട് നമുക്ക് ബാക്കി വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. അപ്പം അതിനെ നമ്മൾക്ക് കാര്യമായി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകുന്നത് മലയാളികളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും മലയാളികളുണ്ട്. നല്ല സമയം മുഴുവൻ ജോലി ചെയ്ത് തീർക്കും. വയസ്സാം കാലത്ത് കുറേ രോഗങ്ങളായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും. ചിലർ പെട്ടിയിൽ പോകും. ഈ പേടിപ്പിക്കാൻ പറയണമല്ല. നമ്മളിപ്പോൾ എവിടെയായാലും, നമ്മൾ ദുബൈയിലായാലും അല്ല അമേരിക്കയിലായാലും കേരളത്തിലായാലും നമ്മൾ ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുപ്പക്കാരായിട്ട് തന്നെ വയസ്സാം കാലത്ത് പോകാൻ പറ്റും. ഈ ഏജ് എന്ന് പറഞ്ഞ സാധനം വളരെയധികം ഓവറായിട്ട് ഇങ്ങനെ എടുക്കുന്നൊരു കൂട്ടരാണ് മലയാളികൾ. ഒരു 50 വയസ്സ് ഞാൻ തീർന്നു എന്ന് അത് നമ്മുടെ ഒരു വലിയ തെറ്റായ ധാരണയാണ്. നമ്മൾ US യൂറോപ്പിലൊക്കെ പോകും, 70 വയസ്സുള്ളവരൊക്കെ റോഡ് അടിക്കണം തൂക്കണം കാണാം. അവരൊക്കെ നല്ല ആണുങ്ങളെ പോലെ ജീവിക്കും. നമ്മളിങ്ങനെ വെറുതെ വയസ്സായി എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു ഒരു മൂലയ്ക്ക് പോയി കിടക്കാമെന്നുള്ള വിചാരമാണ്. അങ്ങനെ ആവശ്യമില്ല. നമ്മൾ തുടക്കം മുതൽ നന്നായി ജീവിച്ച് നമുക്ക് നന്നായി തന്നെ അങ്ങ് അറ്റം വരെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ സിരാജൊക്കെ പറയും.
താങ്ക് യു ഡോക്ടർ സതീഷ് ആൻഡ് താങ്ക് യു ഡോക്ടർ ജോണി. ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു. നമുക്ക് എന്തൊക്കെ ഡിസീസസ് വരാം, അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം. മെയിൻ തിങ് ഇസ് എക്സസൈസ്. പിന്നെ ഫുഡ്, മെനി ഓഫ് us don't really care about what we put into our bodies. സോ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഉറക്കം, സ്ട്രെസ്. അപ്പം നമുക്ക് നമ്മളുടെ ബോഡി നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നമ്മൾ പലരും ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. ബട്ട് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ. അപ്പം നമ്മൾ അതെങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ ആസ്റ്റർ has come up with a very special package for ACAF members. അതൊരു 3 തരത്തിലെ പാക്കേജസ് ഉണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മിസ്റ്റർ സിറാജ് has come here, the DGM of Aster, and I would like him to elaborate more on this package that he's offered for ACAF. Mr. Siraj. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അക്കാഫിനും അതുപോലെ തന്നെ ആസ്റ്ററിനും ഒരുമിച്ച് വരാൻ സാധിച്ചതിൽ. അതിന് ഇനീഷ്യേറ്റ് ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനും, അതായത് ഒഫീഷ്യൽസിനും എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡോക്ടേഴ്സിനും ഞങ്ങളുടെ പാരാമെഡിക്കലും എല്ലാവരും. ഡോക്ടർ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഈ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിൻ്റെ നമ്മൾ ഈ കഴിഞ്ഞു പോയൊരു വർഷം നമ്മൾ ആരും ഓർക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈമാണ് നമുക്കിപ്പോൾ കഴിഞ്ഞു പോയത്. നമുക്ക് ആർക്കും ആ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ തീരെ ഓർക്കാൻ, അത് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കോർഡിനേഷൻ പാർട്ടിൽ നിൽക്കുമ്പോൾ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അക്കാഫിൻ്റെ മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്ത സമയത്തെല്ലാം നമ്മൾ പറഞ്ഞ് പ്രാധാന്യമായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ വെൽനെസ്സിനെ കുറിച്ച് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റീസൺ വൈ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യണം എങ്ങനെയാണ്, നമ്മൾ ആദ്യം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത ഒരു പാക്കേജ് അക്കാഫിന് വേണ്ടി നമ്മൾ ആസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഏറ്റവും ദ ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാം എന്നുള്ള രീതിയിലൊരു കൺക്ലൂഷനിൽ എത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ, അതിൽ ഞങ്ങൾ ഇൻഷുർഡ് അല്ലേ, അപ്പോൾ അത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് വളരെ ഇതിൽ എന്തൊരു പ്രാധാന്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾ കാണേണ്ട ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ഇൻഷുറൻസിൽ കവേർഡ് അല്ലാത്ത വൈറ്റമിൻ ഡി പോലെയുള്ള ടെസ്റ്റുകളുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്തോ, ഒരു GP ഡോക്ടറെ അടുത്തോ, ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് ഓഫ് ടെസ്റ്റ്, നമ്മൾ തന്നിരിക്കുന്ന ഈ സെറ്റ് ഓഫ് ടെസ്റ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ മാത്രമാണ് അവർ ഇൻഷുറൻസ് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഒരു ചെറിയ എമൗണ്ടിന് ഇത്രയും അധികം ടെസ്റ്റുകൾ ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഡോക്ടർ പല പ്രാവശ്യം 2 ഡോക്ടേഴ്സ് നിങ്ങൾക്ക് വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അത് എങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പാക്കേജസാണ് നമ്മൾ 3 പാക്കേജസ് അക്കാഫിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാക്കേജസ് എൻ്റെ ഒരു അഭിപ്രായം, ബീങ് എൻ അക്കാഫ് മെമ്പർ നമ്മളെല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. അതുമാത്രമല്ല, നമ്മുടെ ബോഡിനെ കുറിച്ച് നമ്മളാണ് അറിഞ്ഞിരിക്കേണ്ടത്, മറ്റൊരാളല്ല. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബോഡിനെ കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിലേക്ക് സുഖകരമായിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് സിറാജ്. നമുക്ക് ആദ്യമായിട്ട് നിങ്ങളോടൊരു വലിയ നന്ദിയാണ് പറയാനുള്ളത്. കാരണം ആസ്റ്റർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ആതുര ശുശ്രൂഷ രംഗത്തൊരു ഒരു വലിയ ജയൻ്റാണ്. അക്കാഫ് ഒരു വലിയ സംഘടനയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ കുറച്ച് സ്നേഹക്കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. നമ്മൾക്ക് നിങ്ങളുമായി ചേർന്നിട്ട് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ, നേരത്തെ അന്നു സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ കൂട്ടത്തിലൊരാൾ അഷ്റഫ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അതും ഒട്ടും അരുതാത്തതെന്ന് പറയാവുന്ന വളരെ ചെറിയൊരു പ്രായത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ഇനിയൊരിക്കൽ ഒരാൾക്ക് സംഭവിക്കാതിരിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് അറിയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആസ്ട്രലെത്തിയത്. അപ്പോൾ ആസ്ട്രലെത്തി നിൽക്കുമ്പോൾ എനിക്ക് നേരത്തെ സിറാജ് പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിനോടാണ് ഉപമിക്കാൻ തോന്നുന്നത്. അതായത് ഒരു വാഹനത്തിന് നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നവരാണ്. അതിന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എടുത്താൽ പോലും ഒരു വർക്ക്ഷോപ്പിലും ചെന്നിട്ട് അതിനൊരു കോംപ്രിഹെൻസീവ് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസിൽ കവേർഡ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അതിലത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ കൂട്ടി അറിയാൻ ഒരു വഴിയില്ല. അതിലാകെ വണ്ടി ഇടിച്ചാൽ കൊണ്ട് നന്നാക്കാനുള്ള മാർഗ്ഗമേ ഉള്ളൂ. നമ്മളും പലപ്പോഴും അതല്ലേ ചെയ്യുന്നത് ജീവിതത്തിൽ.
ഈ ചെന്ന് അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നതിന് ശേഷം ചെന്ന് അതിനെന്താണ് പരിധി അല്ലെങ്കിൽ എന്താണ് വഴിയെന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപ് ചെയ്യേണ്ടുന്ന കാര്യമാണ് ആസ്റ്റർ നമുക്ക് പറഞ്ഞിരുന്നത്. അതായത് ഈ ശരീരത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറും നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസും നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത തുറന്നു തരുന്നില്ല. ആ സാധ്യത ആസ്റ്റർ തുറന്നിരുന്നു. ഒരുപാട് നന്ദി. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമ്മുടെ മുന്നിൽ വന്നെത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഡോക്ടറോടാണെന്ന് തോന്നുന്നു. അതായത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് കാണുന്നത്. അത് ഈ മധ്യപൂർവ്വ ദേശത്ത് കൂടുതൽ, മിഡിൽ ഈസ്റ്റിൽ കുറച്ച് അധികം കാണുന്നുണ്ട് എന്ന് പറയുന്നത്, അതായത് പ്രമേഹമായാലും BP ആയാലും അങ്ങനെയുള്ള അതൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൻ്റെ മാത്രം ഭാഗമാണോ അതോ നമ്മുടെ ഇതിനൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെ കൂടി കണക്ട് ചെയ്തിട്ടുള്ളതാണോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കൂടുതൽ ഇത് കാണുന്നത് എന്ന് തോന്നുന്നത്? മൾട്ടിഫാക്ടോറിയലാണ്. ഇപ്പം ഒരു ജനറ്റിക് പ്രെഡിസ്പോസിഷൻ, അതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു സാധ്യത ആ വ്യക്തിക്ക് ഉണ്ടാവും. പിന്നെ ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊതുവെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് ഒരു റെഗുലർ എക്സസൈസ് സാധ്യമല്ല എന്ന് നമുക്കിങ്ങനെ തോന്നും. ഒരിക്കൽ തോന്നിയാൽ പിന്നെ ഈ ലേസിനെസ് എന്ന് പറഞ്ഞ സാധനം വിഷ്യസ് സൈക്കിളാണ്. അത് ഒരിക്കൽ ഒരു സാധനം ചെയ്യാതിരുന്നാൽ പിന്നെ ചെയ്യാതിരിക്കാൻ വളരെ എളുപ്പമാണ്. ചെയ്തു തുടങ്ങിയാൽ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യന് ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നൊരു സാധനം മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒരു സാധനം ചെയ്താൽ പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്തില്ലെങ്കിൽ അത് നിന്നുപോയി. അപ്പോൾ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇവിടെ. രണ്ടാമത്തെ കാര്യം, സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണ്. കാരണം ജോലിയായിട്ട് ബന്ധപ്പെട്ടും പിന്നെ കുടുംബം കൊണ്ടുപോകാനുള്ള വഴികളും പിന്നെ നാട്ടിലെ കാര്യങ്ങൾ കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനും പിന്നെ ജോലിയുടെയും സാലറിയുടെയും പിന്നെ ലോണിൻ്റെയും കടമെടുക്കുന്നത് 100,000 പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മൾ ചുറ്റുള്ളവരെ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ സ്ട്രെസ് ലെവൽ ഹൈ ആണ്. പിന്നെ ഈ പറഞ്ഞ ഒരു ഫുഡ്, അത് തോന്നിയ സമയത്തൊക്കെയാണ് പലപ്പോഴും കഴിക്കുക. വളരെ ഹൈ കാലറി കണ്ടൻ്റ് ഉള്ള ഫുഡാണ് കഴിക്കുക. നമ്മുടെ നാട്ടിൽ എല്ലാ ഫുഡും ഇവിടെ കിട്ടും. അത് ചോറ് വളരെയധികം കഴിക്കുക, അതിൻ്റെ കൂടെ ഇറച്ചിയും മീനൊക്കെ ധാരാളം കഴിക്കും. പച്ചക്കറിയും മറ്റേ നമ്മൾ ഈ ഹെൽത്തി ആയെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റിലൊക്കെ പറയുന്നതിലുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന മലയാളികൾ നമുക്ക് ഈ ഭൂമിയിലൊന്നും കാണാൻ കഴിയില്ല. അതൊക്കെ വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഉറക്കം വളരെ വൈകിയാണ് കിടക്കുക. ഈ TV ഒക്കെ കണ്ട് ഇപ്പം ജോലി സ്ഥലത്ത് നിന്ന് കുറേ ടെൻഷനൊക്കെ ആയിട്ടായിരിക്കും വീട്ടിൽ വരിക. അപ്പോൾ ഒരു അല്പം സന്തോഷം തോന്നാനായിട്ട് എന്താ ചെയ്യുക, അല്പം മദ്യപിക്കുക, കുറേ TV കാണാം, രാത്രി 2 മണിക്ക് 3 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെയും കാലത്ത് തന്നെ എണീറ്റിട്ട് വീണ്ടും ഒരുപാട് ദൂരം, ചിലപ്പോൾ ഇവിടെ ദുബൈയിൽ നിന്ന് അബുദാബിക്ക് കാലത്ത് തന്നെ വണ്ടി ഓടിച്ച് വൈകുന്നേരം തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രെസ്സാണ്. അത്രയധികം സ്ട്രെസ്സ് താങ്ങാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു സ്വാഭാവിക അവസ്ഥയിൽ സാധ്യമല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രെസ് ഹോർമോൺസ്, ഈ പറഞ്ഞ കാറ്റക്കോളമൈൻസും കോർട്ടിസോളും ഈ തൈറോയ്ഡ് ഹോർമോണും ഗ്രോത്ത് ഹോർമോണും എല്ലാത്തരം ഹോർമോൺസും അങ്ങ് അടിച്ച് കയറും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി ഈ വക രോഗങ്ങളെല്ലാം ഉണ്ടാക്കും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് പ്രമേഹ രോഗം ഉണ്ടാവുക, പിന്നെ ഈ പറഞ്ഞ അതിൽ പ്രഷർ ഉണ്ടാവുക, പിന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ വ്യത്യാസം വരിക. പതുക്കെ നമ്മുടെ രക്തധമനികളെ അത് കയറി ആക്രമിക്കും. നമ്മൾക്ക് നല്ല ഭാഗ്യം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞാൽ ഓരോ രോഗങ്ങളൊക്കെ വരാം. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിന് കാരണം അതാണ്. കാരണം ഇതിലൊരു 60-70% എങ്കിലും ഇവൻ പാരമ്പര്യം ഉള്ളവർക്ക് പോലും ഇതിനകത്ത് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. കുറേയൊക്കെ നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോകും. പക്ഷേ ഇതിനകത്ത് പോലും നമുക്ക് ശരിക്കും നമുക്ക് അറിവുണ്ടെങ്കിൽ, അതാണല്ലോ ഏറ്റവും വലിയ പവർ. അറിവുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ പ്രൊഫഷണൽ സപ്പോർട്ടും ഉണ്ടെങ്കിൽ, അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്കിത് കുറേ ഒഴിവാക്കാൻ പറ്റും. അത് നമ്മുടെ സ്വഭാവമാവും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതാണ്. ഡോക്ടറോട് ആണ് നമ്മുടെ അടുത്ത ഒരു സംശയം. അതായത് വാട്ട് ആർ ദ ബെസ്റ്റ് ഫോംസ് ഓഫ് എക്സസൈസ് പോസിബിളി, ഐ മീൻ ലൈക്ക് ഫോർ us to follow from now? So actually in exercise there we call like aerobic exercises like isotonic or isometric exercises. First of all, like for exercise we always try like our muscles should stretch. So in aerobic exercises we can do that, like going for a walk, simple jogging, jumping, running, dancing. These are all like help you keep your body fit. And this bodybuilding and all, it won't come under aerobic exercises. And to keep your stress levels also normal, aerobic exercises will help you definitely good. If you are a bodybuilder, for sure, rest all, weightlifting and all done. And the problem comes here, like which time is better? Many people have this question. Some people morning they feel it's good, some people evening. Among evening and morning is best. The air will be fresh and all. And rest all exercises till now, as per the research, gold standard exercise is going for a walk. So going for a walk also, it should be in such a way. First you have to start warm up like school we do stretching, right?
This stretching we have to do, we have to rotate our knees, ankle and all. Then go for a walk. Slowly increase the speed and maintain a constant speed for like about 5 kilometers is best as far as I understand, but it depends on our capacity. If I am a 70 years person and I can't walk for 5 kilometers, so how much extent I can walk? I can walk. That's fine. And some people they say blindly like our underarms should sweat definitely if you go for exercise. And along not mostly exercise helps you a lot in maintaining this, like preventing lifestyle diseases and drastic changes we saw once people started doing exercise and sugar levels and hypertension is controlled and all. I think this aerobic exercise I better suggest. The next question is possibly, I don't know whom to address, but I'll just say, what exactly is a balanced diet? നമ്മളെപ്പോഴും സമീകൃതമായിട്ടുള്ള ആഹാരം എന്ന് പറയും, പക്ഷെ അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചും ഈ എന്താ പറയുക ഈ ജിയോഗ്രഫിയിൽ ജീവിക്കുമ്പോൾ what exactly is a balanced diet? He already touched it. Yes, sir. Just I will tell, but if I miss anything, I think specialist also will give a point on it. Balanced diet, nowadays we are seeing like keto diet, intermittent fasting diet, there are lot many diets. See, most of the times I suggest like diet plans are for the people who can't digest their food regularly, or in spite of a good balanced diet, if their body weight is not maintained or they have different metabolic diseases or any other thing, then we go for diet plan. Recently, if you see, there is a diet plan called keto diet, where there is no carbohydrates and only protein and fat will be there. People will be drastically reducing the weight. The problem is no one can eat a keto diet for 3-4 years. Max of 6 months we can do, and later on once we start eating our regular diet, our weight comes back double. That's the problem. So intermittent fasting, we say for diabetes, now it is saying that, suggesting that for intermittent fasting, diabetes and all, for diabetes intermittent fasting is giving a good result, like we are not eating for more than 16 hours, and in between if you feel hungry also, avoid carbohydrates, go for a salad and all, drink more water. Balanced diet, as per in our MBBS we read and recent guidelines, nothing changed, sir. That is, our plate should be with 65% carbs. Suppose if I am from south part of India, my rice is the best one, and if it is semi polished, it is good. It is full polished, the glycemic index, the absorption of sugars will be very fast. So we advise semi polished, which fiber content will be there, which gives a slow absorption, which doesn't give much load to the pancreas to release insulin. Ultimately insulin have to work to control the sugars, and definitely 15% of the protein should be there, because all the enzyme reactions and immunity is nothing but protein, what we call. So definitely a portion of protein should be there, as well as fat, which is very much essential for our body. Fat should be near about 20%, like cooking oil, or we use curd and all the fat, and curd, and definitely from south part of India we have a habit of taking curd or lemon, and even total Indians I find many people have this habit, which acts as a prebiotics for the digestion. The essential bacteria needed, the flora needed in the intestines can be produced with that. 1 cup of vegetable salad will definitely help them keep their vitamins, minerals, because the meaning itself says vitamins, we need it daily. It won't be produced in our body, we have to take from out. So have a good diet every day in a planned way, and night times we suggest don't eat too much and sleep heavy diet and all. And rest all, if I miss some points, I think Johnny sir will. Actually, that gives us an overall viewpoint. Now, we want to know a little more about how this particular package which Aster is providing us, will help us. അത് എങ്ങനെയാണ്, കാരണം സാധാരണ ജനങ്ങളിലേക്ക് അത് എങ്ങനെ എത്തിക്കാം എന്നുള്ളത്. നമ്മുടെ ആളുകളുടെ പൊതുവെയുള്ള ഹെൽത്ത് കോൺഷ്യസ്നെസ് നല്ലതാണ്. ആക്ച്വലി മലയാളീസ് ആർ ജനറലി വെൽ എഡ്യൂക്കേറ്റഡ്, അവർക്കറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ഫുൾ ചെക്കപ്പ് എന്ന് പറഞ്ഞ് വരും. ഈ ഫുൾ ചെക്കപ്പ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇൻഷുറൻസിൻ്റെ ഈ സ്മോൾ പ്രിൻ്റ് ആരും വായിക്കില്ലല്ലോ. ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷനോ ട്രീറ്റ്മെൻറ്റോ അവർ ഫൈനാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവണം. സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് അവർ ഫണ്ട് ചെയ്യില്ല, അവരത് അങ്ങനെ ഒരു പ്രോമിസ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി എന്താ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടെസ്റ്റുകൾ നമ്മൾ ഇട്ടാലും, നമ്മൾ അപ്രോപ്രിയേറ്റ് ഡയഗ്നോസിസൊക്കെ പ്രൊഫഷണൽ ഡയഗ്നോസൊക്കെ ആയിട്ട് ഇട്ടാലും പലപ്പോഴും റിജക്റ്റഡ് ആയിപ്പോവും, നല്ല ഇൻഷുറൻസ് ആണെങ്കിൽ പോലും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് പേർക്ക് നല്ല ഇൻഷുറൻസ് അല്ല ഉള്ളത്, വളരെ ബേസിക് ഇൻഷുറൻസ് ആണ് ഉള്ളത്. ആളുകൾ വിചാരിക്കുന്ന ഇൻഷുറൻസ് എടുത്താൽ പിന്നെ എല്ലാം ചെയ്യാവുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല അത്. ഈവൻ ദാറ്റ് ഈസ് എ ബിസിനസ് ആക്ച്വലി. സോ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അപ്പം നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ എനിക്ക് എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ പരമാവധി ശ്രമിച്ചാലും അത് നടക്കില്ല യൂഷ്വലി. അവർ ചില എന്തെങ്കിലുമൊക്കെ അപ്രൂവ് ആവുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രിവെൻഷൻ അല്ലാതെ രോഗം വന്നു കഴിഞ്ഞു പിന്നെ രോഗം പ്രിവെൻറ്റ് ചെയ്യാനില്ല, ചികിത്സിക്കാനേ ഉള്ളൂ. പ്രിവെൻഷനെ കുറിച്ചാണ് നമ്മളീ പറയുന്നത്. ആ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് യൂഷ്വൽ ഇൻഷുറൻസിൽ വരുന്നേ ഇല്ല. അപ്പോൾ നമ്മൾക്ക് പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് ഇതേപോലെ നല്ലയുള്ള പ്രോഗ്രാംസൊക്കെ ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്ത് അത് കഴിയുന്നതും ചെറിയ, ഇപ്പോൾ ഈ പറയുന്നതൊക്കെ വളരെ ചെറിയ ചിലവിലാണ് ഇത് ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പ്രധാനപ്പെട്ട ടെസ്റ്റുകളെല്ലാം തന്നെ വരും. കാരണം നമ്മൾ ഇതിനകത്തൊരു മേജർ പ്രൊവൈഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് കുറച്ച് കുറഞ്ഞ ചിലവിൽ തരാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രധാന ടെസ്റ്റുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിനകത്ത് കൺസൾട്ടേഷൻ ഫീസ് ഒഴിവായി കിട്ടും. ആ ടെസ്റ്റുകൾ മാത്രം മിനിമൽ ചാർജസേ വരുന്നുള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട ടെസ്റ്റുകളെല്ലാം കവറായി കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് എന്തെങ്കിലും അബ്നോമാലിറ്റി, ഇതിനകത്തൊക്കെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അബ്നോമാലിറ്റി ഉണ്ടെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു റിഫ്ലക്ഷൻ വരും. അപ്പോൾ അത് കാണുന്ന ഡോക്ടർക്ക് ഉടനെ മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമുക്ക് അതിൻ്റെ പുറത്ത് വെച്ച് ഇൻഷുറൻസിനോട് അപ്ലൈ ചെയ്തിട്ടോ അല്ലാതെയോ നമുക്ക് ചെയ്ത് കാര്യങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റും. അത് എപ്പോഴും നല്ല ബുദ്ധിയുള്ള കാര്യമാണ്. അപ്പോൾ സാറ് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ടെസ്റ്റുകൾ മൊത്തത്തിൽ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിവെൻറ്റീവ് ആസ്പെക്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു പക്ഷേ ഈ കൺസൾട്ടേഷൻ ഒഴിവാകുന്നുണ്ട്. അതോടൊപ്പം ഇതെല്ലാം സാധാരണഗതിയിൽ പോവുകയാണെങ്കിൽ വളരെയധികം ചിലവ് വരുന്ന ടെസ്റ്റുകളാണ്. പാക്കേജ് വരുന്നത് നമ്മുടെ കൺസൾട്ടേഷൻ ഫീസിലും താഴെ വരുന്നത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ യഥാർത്ഥ ബെനിഫിറ്റ് എന്നല്ലേ? ഓക്കെ, ഒരുപാട് നന്ദി. അതിൽ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ സൂമിൽ ഇരിക്കുന്നവർ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് ടൈപ്പ് ചെയ്ത് നമ്മളെ അറിയിക്കണം. കുറച്ച് പേര് നമുക്ക് നേരത്തെ പറഞ്ഞു തന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ അറിയിക്കണം. ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ കാര്യങ്ങളാണെന്ന് സാർ പറഞ്ഞു. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അതെന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് പറയാമോ? സ്ലീപ്പിനെ കുറിച്ച് ഞാൻ പറയാം. Yes. സ്ലീപ്പ് ഈസ് ലൈക്ക് യു സെഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സർക്കാഡിയൻ റിതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആക്ച്വലി നമ്മളൊക്കെ MBBS പഠിക്കുമ്പോൾ ഈ നമ്മുടെ ഹൈപ്പോതലാമസ് ബ്രെയിനിലായിരുന്നു സർക്കാഡിയൻ റിതത്തിൻ്റെ സെൻറ്റർ. ഇപ്പോഴത്തെ റിസർച്ച് പറയുന്നത് ഈവൻ മോളിക്യൂൾസ് ഓഫ് സർക്കാഡിയൻ റിതം, തന്മാത്രകൾക്ക് വരെ സർക്കാഡിയൻ റിതമുണ്ട്. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എഞ്ചിനീയർ ചെയ്ത ഒരു സാധനത്തിന് നമുക്ക് ലോകത്ത് കാണാൻ പറ്റില്ല. ഹ്യൂമൻ ബോഡി പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് മെഷീനാണ്. ഒരു ചെറിയ സിംറ്റം വരണമെങ്കിൽ എന്തോരം ഡാമേജ് വരണമെന്നറിയോ? എന്നിട്ടും ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എനിവേ, അപ്പം ഈ സർക്കാഡിയൻ റിതം നമ്മൾക്ക് ഇന്ന സമയത്ത് ഊണ് കഴിക്കണം, ഇന്ന സമയത്ത് നമ്മൾ എണീക്കണം, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ പ്രോഗ്രാമുകളുണ്ട്. ഇത് കൃത്യമായി ചെയ്താലേ ശരീരത്തിലുള്ള ഹോർമോണുകളും നാഡീവ്യൂഹവും എല്ലാം ശരിക്കും പ്രവർത്തിക്കുള്ളൂ. നമ്മൾ ഇതിനൊക്കെ ടോട്ടലി അഗേൻസ്റ്റാണ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ എഗെയിൻ ആ എഞ്ചിനീയറിങ്ങിൻ്റെ പെർഫെക്ഷനാണ്. അതായത് ഇപ്പോൾ പലപ്പോഴും എല്ലാവരും തന്നെ ഉറങ്ങുന്ന 1 മണി കഴിഞ്ഞിട്ടായിരിക്കും. 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ഉറങ്ങിയിട്ട് വീണ്ടും നമ്മൾ 6 മണിക്ക് 7 മണിക്ക് എണീക്കണം. അപ്പോൾ നമ്മുടെ മൊത്തം ഈ പറഞ്ഞ കോർട്ടിസോൾ സെക്രീഷൻ, പിന്നെ ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ, മറ്റുള്ള ഹോർമോണിൻ്റെയൊക്കെ സെക്രീഷനൊക്കെ മൊത്തം ഹെയറാവും. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ മൊത്തത്തിൽ വളരെ വ്യത്യാസം വരും. ഷുഗറിൻ്റെയൊക്കെ റിതം വ്യത്യാസം വരും. പ്രമേഹ രോഗം നേരത്തെ വരാനുള്ള വലിയൊരു കാരണമാണ്. പിന്നെ വേറൊരു സാധനം, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള അബ്നോർമൽ ലൈഫ് സ്റ്റൈലുണ്ട്. വണ്ണം ഒരുപാട് കൂടി, കഴുത്തൊക്കെ ഇങ്ങനെ ഇടുങ്ങി, ഒരു സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. ഇതൊരു വളരെ കോമൺ അസുഖമാണ്. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂർക്കം വലി. കൂടെ കിടക്കുന്ന ആൾക്കാണ് കൂടുതലത് മനസ്സിലാവുക, അയാൾക്കും സ്ലീപ്പ് അപ്നിയ ഇല്ലെങ്കിൽ. അതായത് ഈ ഉറക്കം ഉറക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വലിയ കൂർക്കം വലിച്ച് വെച്ച് പെട്ടെന്ന് ശ്വാസം നിന്ന് പോവുക, പിന്നെ തട്ടിപ്പടഞ്ഞ് പിന്നെ ഉറക്കത്തിലേക്ക് പോവുക, നേരം വെളുത്ത് ഉറക്കം മതിയാവാതെ വരിക, തലവേദന എടുക്കുക, പിന്നെ ഈ ലൈംഗിക കഴിവ് നഷ്ടപ്പെടുക, പിന്നെ പ്രമേഹ രോഗം കൺട്രോൾഡ് ആവാതെ വരിക, പ്രഷർ കൺട്രോൾഡ് ആവാതെ വരിക, ഹാർട്ടിന് അസുഖം വരിക. ഇങ്ങനെ അത് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ മേജർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ നമ്മൾ പറയും, OSA. ഒരു മേജർ അസുഖമാണ്. വളരെ കോമൺ ആണ്, പക്ഷേ വളരെ അൺകോമൺലിയേ അത് ഡയഗ്നോസ് ചെയ്യപ്പെടുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യാറുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്ലീപ്പ് കറക്റ്റ് സമയത്ത് 6 to 8 hours മിനിമം സ്ലീപ്പ് കറക്റ്റ് സമയത്ത്, തോന്നിയ സമയത്തൊക്കെ അല്ല, കിട്ടിയിരിക്കണം. ഈ സ്ലീപ്പ് ഡിപ്രവേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖമുണ്ട്. ഡിപ്രഷൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇവിടെ ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സിന് കോമൺലി നമ്മൾ കാണുന്ന. അതിന് നമുക്ക് മരുന്നുണ്ട്, മെലറ്റോണിൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് തൽക്കാലത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മുടെ ശരീരത്തിനെ കാര്യമായി ബാധിക്കും. ഇതൊക്കെയാണ് വളരെയധികം പ്രിവെൻറ്റ് ചെയ്യാവുന്ന അസുഖങ്ങളാണ്. ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഈ ഹോർമോണുകളും നാഡീവ്യൂഹവും രക്തക്കൊള്ളുകളും ഈ പ്രമേഹവും പ്രഷറും എല്ലാം കണക്റ്റഡ് ആണ്. ഒന്നും ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ല. ഇറ്റ്സ് ഒരു നല്ല ഒരു വലിയൊരു ഓർക്കസ്ട്ര പോലെയാണ്. ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തം പാട്ട് തെറ്റും. അതേപോലെ കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
താങ്ക് യു ഡോക്ടർ. ഫിറോസിന് എന്തോ ചോദ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? ഫിറോസിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ പ്ലീസ്? ഫിറോസ് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഒരു കണ്ടിന്യൂവേഷൻ ടു വാട്ട് യു ഹാവ് ജസ്റ്റ് ടോൾഡ് അബൌട്ട് സ്ലീപ്പ്. ഇപ്പൊ പറഞ്ഞു കറക്റ്റ് സമയത്ത് കറക്റ്റ് അളവിൽ ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോ അതിന് മുമ്പ് പറഞ്ഞു 6 മണിക്കൂർ 8 മണിക്കൂർ വരെ ഉറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോ 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പൊ 12 മണി അല്ലെങ്കിൽ 1 മണി, കാരണം ഞാൻ 1-2 സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് വെളുപ്പാൻ കാലത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന കേസസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. 5 മണിക്ക് 6 മണിക്കൊക്കെ. അപ്പോ ആ സമയത്തൊക്കെ എണീക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ ഉറങ്ങണം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ 12 മണിക്കും 1 മണിക്കും ഉറങ്ങുന്ന ആൾക്കാർ 1 മണി മുതൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഉറങ്ങിയാൽ കുഴപ്പമുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ റിലേറ്റഡ് ടു ദ പാക്കേജസ്. നേരത്തെ പറഞ്ഞു ഇത് നമുക്കൊരു പ്രിവെൻഷന് വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, എസ്പെഷ്യലി നോർത്തേൺ എമിറേറ്റ്സിലൊക്കെ ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ടില്ല. ഞാൻ അജ്മാനിലുള്ളത്, പിന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട് ഇൻഷുറൻസ് ഇല്ലാത്തവർ. എനിക്ക് പേഴ്സണലി ഇൻഷുറൻസ് ഇല്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിലൊരു പാക്കേജിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ അതിനുശേഷമുള്ള തുടർ നടപടികൾക്ക്, തുടർ ചികിത്സയ്ക്കും തുടർ ടെസ്റ്റുകൾക്കും ആസ്ട്രോ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അക്കാഫിന് വേണ്ടിയിട്ട്? ഈ രണ്ട് ചോദ്യമാണ് എനിക്കുള്ളത്. താങ്ക് യു. ഹാർട്ട് അറ്റാക്ക്, ഈ വാസ്കുലർ ആക്സിഡൻസ് എന്ന് പറയും, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഏർലി മോർണിംഗ് അവേഴ്സിലാണ്. എന്ന് വെച്ചാൽ 3 AM 4 AM ആ സമയത്തൊക്കെയാണ്. എന്നുവെച്ചാൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്രഷറും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കാറ്റക്കോളമൈൻസും കോർട്ടിസോളൊക്കെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് ഏറ്റവും കൂടുതലുള്ളതും BP ഒക്കെ ഉള്ളതും ഈ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം അതാണ്, ഒരു 3 to 4 AM. സർക്കാഡിയൻ റിതത്തിൻ്റെ പാട്ടാണ് അത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉറങ്ങി കിടക്കുകയായിരിക്കും. ഈ വരുന്ന ആൾക്കാർ വേദന കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ 12 മണിക്ക് കിടക്കുകയാണെങ്കിൽ ആക്ച്വലി 12 മണിക്ക് ഉറങ്ങാൻ പോകുന്നത് ഫിസിയോളജിക്കലല്ല, നമ്മളത് അഡ്വൈസ് ചെയ്യുന്നില്ല. 12 മണിക്ക് ഉറങ്ങിയാൽ 6 മണി വരെയെങ്കിലും മിനിമം ഉറങ്ങണം. പക്ഷേ ഐഡിയലി ഒരു 10 മണിക്ക് മുന്നേ കിടക്കാൻ പോകണം. എന്നിട്ട് 6 മണിക്ക് എണീക്കണം. എന്നിട്ട് ഈ പറഞ്ഞവർ എക്സസൈസ് ചെയ്യണം. അതാണ് നോർമലി ചെയ്യേണ്ടത്. പക്ഷെ എന്താ പറ്റുക, പലപ്പോഴും നമ്മുടെ ഈ മറ്റുള്ള നമ്മളിൽ നിന്ന് നമ്മളുടെ പുറത്തുള്ള എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നില്ല. എത്രമാത്രം നമ്മൾ ഫിസിയോളജിക്കൽ ആ ലെവലിലേക്ക് വരാൻ കഴിയുന്നോ അത്രമാത്രം നമ്മൾ ചെയ്യണം. നമ്മൾ ബോധപൂർവം നമ്മൾ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുമ്പം കുറേ കാര്യങ്ങൾ ശരിയാവും. ചെയ്യാൻ പറ്റുന്നിടത്തോളം ശരിയാക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് അവസ്ഥ. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ സാറിനോട് ചോദിക്കാൻ വന്നിരുന്നത്, അതായത് ഫസ്റ്റ് ലെവലിൽ ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ് ഇഫ് അറ്റ് ഓൾ വി ഫൈൻഡ് സംതിങ്, ഒരു സെക്കൻഡറി ലെവൽ ട്രീറ്റ്മെൻറ്റിൽ ആസ്റ്റർ എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് അതെനിക്ക് മാർക്കറ്റിംഗുകാരോട് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് സിറാജ് ഒക്കെ പറഞ്ഞത്, അതിൽ നമ്മുടെ ഓരോരുത്തർക്കും അതിനനുസരിച്ച് കേസ് ടു കേസ് ബേസിൽ ക്യാഷ് ഡിസ്കൗണ്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപാട് ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ പല പേഷ്യൻസിനും 10-15% കുറച്ച് കൊടുക്കാറുണ്ട്. They are planning to give flat 25% discount if in case they identify any disease and further investigations have to be done. Just now I talked actually. I know the plan actually. They are planning to give 25% discount if in case we don't have insurance. As I understand now, financially everyone is having high burden here. So they want to cut short the price and make these simple things like things easy, so that they don't have further examinations. Because it's really a correct question, you know. Once I am diagnosed with a hypertension or diabetes, what's next? Exactly. Next again I have a financial burden. That time at least someone should help. The doctor advised me to go for so and so test. So mostly they are planning, and I think so it's for sure they are trying to give flat 25% discount for further treatment and investigations especially. Other than that, just I want to mention, and other question has come stress. With your permission, I want to just add some more lines. Regarding stress, we want to mention, because lot of questions, almost COVID time we answered 16,000 phone calls. In that most of the people have this stress, I am telling you. See, if they have a COVID pandemic, we don't get a heart attack. If we have a tsunami or some cyclone or someone, these are major stress which we can't avoid, and we have to go through it, and again rehabilitation, and we have to come back. But small things will pile up and make things like, you know, to go for a heart attacks and all. Like suppose if I didn't check my blood pressure, it is going on damaging my blood vessels, and one day it reflects as
Even diabetes, which cause my blood vessels very weak, and one day it may lead to. Suppose every day I shout at others, I don't live a calm life, definitely it pile up. And every day my children's school fees is there, I have financial issues. All these small stresses, if you think too much, it will pile up one day and reflects as like, it may damage the organs completely, especially our heart and brain will affect a lot during stress. That's why when we are in stress, stress hormones will release very high, and sugars will be come out from the liver stores, and it will be high sugars in the blood, leads to diabetes because of insulin exhaust one day, resistance one day. And if you go on keeping stress, all the calcium in your bones will come out to give proper circulation of calcium in your body, and your bones become weak and you get joint pains and all. So try to assert sleep properly, do exercise, have a balanced diet every day. And if in case you feel any symptoms, please don't go to pharmacy and take medicines directly. First try to assess with a specialist required, and if such packages, it is very basic price, it is like if you can go for it, it will definitely help you. Okay. സംതിങ് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ആക്ച്വലി. Yes, sir. ഇവിടെ ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, NSAIDs എന്നാണ്, പെയിൻ കില്ലേഴ്സ്. അതിൻ്റെ ഉപയോഗം ഇവിടെ വളരെ കൂടുതലാണ്. നമ്മൾ ഒരു ബ്രൂഫൻ ടാബ്ലറ്റ് വെച്ച് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കുന്ന പേഷ്യൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ സമയം നല്ലതല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അത് ഈ ഓവർ ദ കൗണ്ടറാണ് ഇവിടെ, ആ മരുന്ന് ഓവർ ദ കൗണ്ടറാണ്. അത് എന്തെങ്കിലും കുഞ്ഞ് വേദന, ചെറിയ പനിക്ക് ബ്രൂഫൻ അവിടെ കഴിക്കുക. എമിറേറ്റ്സിൽ ഇപ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നത് പൊതുവെ ആൾക്കാർ ചോദിച്ച് ബ്രൂഫൻ മതി എന്ന് പറയും. ബ്രൂഫിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ്, അതിൻ്റെ ബുക്കുകൾ എഴുതാവുന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഞങ്ങളൊക്കെ വളരെ കുറച്ച് കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുള്ളൂ. അതൊന്ന്. സെക്കൻഡ് തിങ്, നമ്മുടെ ഈ ടെസ്റ്റുകളിൽ നമ്മളിപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ 1.5 കൊല്ലം കഴിഞ്ഞു. എനിക്കറിയാം, നമ്മൾ ഇപ്പോൾ ഈ ഇതിനകത്ത് പാക്കേജിൽ വരുന്ന ടെസ്റ്റുകൾ നമ്മളൊരു ഇൻഷുറൻസ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1000 ദിർഹം വരും. അപ്പം നമ്മൾ ഇത് വളരെ ലോ ആയിട്ടുള്ളൊരു പാക്കേജാണ്. വളരെയധികം നമുക്ക് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ശ്ലാഘനീയമായിട്ടുള്ള നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അത് മാക്സിമം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സിലേക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് അറിയപ്പെടാതെ ഈ ഷുഗർ എന്ന് പറഞ്ഞ അസുഖം തന്നെ ഉണ്ടാവണമെങ്കിൽ 5 കൊല്ലമെങ്കിലും മിനിമം എടുക്കുന്നതാണ് സയൻറ്റിഫിക് ഡാറ്റ. ഒരാൾ പ്രമേഹമായിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞ 6 മാസം മുന്നേ ചെയ്ത് കുഴപ്പമുണ്ടായില്ല ഡോക്ടർ, ഇപ്പോൾ എന്താണെന്ന് അങ്ങനെ ചോദിക്കും പലരും. അങ്ങനെയല്ല, ഷുഗർ ഉണ്ടാവണമെങ്കിൽ മിനിമം ഒരു 5 വർഷമെങ്കിലും ഓൺ ആൻ ആവറേജ് എടുക്കും എന്നാണ്. അതുപോലെ BP എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് നമ്മൾ പിക്ക് ചെയ്യണത്. ഒരു ഐസ്ബർഗിൻ്റെ 2/3 വെള്ളത്തിനടിയിലായിരിക്കും, നമുക്കറിയാലോ. ടൈറ്റാനിക് ഇടിച്ചാരൊക്കെ നമുക്കറിയാലോ. നമ്മൾ ഈ കാണുന്ന കേസസ് എന്ന് പറഞ്ഞാൽ 1/3 പോലും ഇല്ല എന്നാണ്. ഈ അസുഖങ്ങളൊക്കെ തന്നെ സൈലൻ്റാണ്. ഈ കിഡ്നി, ഹാർട്ട്, ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ 90% ഓഫ് ദി ഓർഗൻസിൻ്റെ പോയാലേ ഒരു സിംറ്റം വരുള്ളൂ. അത്രയധികം റിസർവ് ഉള്ള ഓർഗൻസാണ്. അപ്പോൾ സിംറ്റംസ് വന്നു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കിഡ്നിയിൽ ക്രിയാറ്റിൻ 1.3 ആകുമ്പോഴേക്കും മിനിമം എലിവേഷൻ നമ്മൾ വിചാരിക്കും. പക്ഷേ അപ്പോഴേക്കും 90% ഓഫ് ദി കിഡ്നി ഫംഗ്ഷൻ തീർന്നു കഴിഞ്ഞു. അതാണ് നേരത്തെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് പ്രസക്തി ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്. സിറാജ് ഒഞ്ചിയം ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. നമ്മൾ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് ചോദിക്കണേ. ഹലോ നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. എൻ്റെ ചോദ്യം ഈ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേട്ടോ, നമ്മളിപ്പോൾ ജോലി സമയത്ത് നമുക്കുണ്ടാകുന്ന എക്സസൈസ് പോരാ, അതിന് പുറമേ നമ്മളൊരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമ്മൾ എന്തെങ്കിലും നടക്കുകയോ ഓടുകയോ ചെയ്യണം. ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബയ്യറാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഡേ ഒരു 3 to 4 hour മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇപ്പോൾ റാൻഡം ലൊക്കേഷനിൽ. അപ്പോൾ എനിക്ക് ഇത് കൂടാതെ വീണ്ടും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഞാൻ വീണ്ടും രാത്രിയിലോ അല്ലെങ്കിൽ പകലോ നടക്കുകയോ മറ്റോ ചെയ്യേണ്ടതുണ്ടോ? വേണ്ട. അതൊരു മോഡറേറ്റ് എക്സസൈസ് നമ്മൾ ഉദ്ദേശിക്കണേ. ഇപ്പോൾ ഒരു 6 മോഡറേറ്റ് പേസിൽ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഫിറ്റ്നസ് ട്രാക്കേഴ്സ് കിട്ടുമല്ലോ, ഫിറ്റ്ബിറ്റ് അങ്ങനെ കുറേ കിട്ടുമല്ലോ, അല്ലെങ്കിൽ സാംസങ് ഫോണിൽ അതിനകത്തൊക്കെ ഉണ്ട് ഹെൽത്ത് ആപ്പ് ഉണ്ട്. നമ്മൾ 10,000 സ്റ്റെപ്പാണ് ഒരു നല്ലൊരു ചെറുപ്പക്കാരന് അഡ്വൈസ് ചെയ്യുന്നത്. 10,000 സ്റ്റെപ്പ് വിൽ ബി അറൗണ്ട് 7.3 കിലോമീറ്റർ. അത് ഓവർ 24 hours മോഡറേറ്റ് പേസിൽ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് 3 മണിക്കൂറൊക്കെ നടക്കുന്ന ആൾക്ക് പിന്നെ അഡീഷണൽ എക്സസൈസിൻ്റെ ആവശ്യമില്ല. താങ്ക് യു. അപ്പോൾ അത് ഏതാണ്ട് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്കൊരു 5 മിനിറ്റ് സമയം കൂടി ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് മറക്കാതെ ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു.
ആസ്റ്റർ നമുക്ക് തരുന്നത് സാധാരണഗതിയിൽ ഇൻഷുറൻസിൽ കിട്ടാത്ത ടെസ്റ്റുകൾ തന്നെയാണ്. ഇത് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. നമുക്കൊരിക്കലും സാധാരണ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അതെങ്കിൽ ഇത്തരം ടെസ്റ്റുകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെന്നാൽ കിട്ടില്ല. മാത്രമല്ല അത് സാധാരണ പുറത്ത് വെച്ച് കിട്ടുകയാണെങ്കിൽ അതിന് 1500 തൊട്ട് ആണ്, 1000 തൊട്ട് 1500 വരെയുള്ള അത്രയ്ക്കും ദരംസ് വരുന്ന രീതിയിൽ കോസ്റ്റുള്ള ടെസ്റ്റുകളാണ് നമുക്ക് ചെറിയ പൈസയ്ക്ക് ആസ്റ്ററിൻ്റെ ഒരു പാക്കേജായിട്ട് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ആസ്റ്ററിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റികളിലും നമുക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. ആസ്റ്ററിൻ്റെ ഒരു ടീം തന്നെ അക്കാഫിൻ്റെ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലും നമ്മൾ ആസ്റ്ററിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ മീഡിയ കമ്മ്യൂണിക്കേഷൻസിൽ പോലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ വലിയൊരു ടീം അക്കാഫ് ആസ്റ്റർ വെൽനെസ് കോർഡിനേഷനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു. ഇനിയുള്ള എന്ത് ആവശ്യങ്ങളിലും സെക്കൻഡറി ലെവൽ നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ഫ്ലാറ്റ് 25% ഡിസ്കൗണ്ട് ഉണ്ട്. കേരളത്തിലും ആസ്റ്ററിന് ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെയും നമ്മുടെ മെമ്പേഴ്സിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ട ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും പ്രയോറിറ്റിയും, കാരണം ആസ്റ്റർ മെഡിസിറ്റി എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെറിയ ഫെസിലിറ്റീസ് അല്ല, അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് പോലും എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള പ്രയോറിറ്റി കൂടെ അക്കാഫിൻ്റെ മെമ്പേഴ്സിന് തരാമെന്ന് ആസ്റ്റർ സമ്മതിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് നമ്മൾ ആസ്റ്ററുമായി ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ഇപ്പം തന്നെ പറയുക. ഇനി ഡോക്ടേഴ്സിലോട്ട്. One last question. Since you spoke about Brufen, which is the safest painkiller to use? Paracetamol. Paracetamol, but it doesn't mean like taking continuously. Even After that a is a doctor problem. advice always. Actually, paracetamol is one of the commonest used drugs for suicide in the UK. It's OTC. You take some 6 grams paracetamol and within 2 hours, 2 weeks, you will slowly die. It's not an advice. Okay, I am somebody who pops a lot of paracetamol. This is something which people don't Always know. drugs after prescription is the safest one, because these are all not like regular eating things. These are with the chemical formulas which our liver have to detoxify these things, our kidney have to filter ultimately. So best choice is always after a doctor's examination and prescription, the particular dose and chemical is always. The OTC things should be taken away. Actually, this thing, drugs like pantoprazole, omeprazole, esomeprazole, etc. are extremely commonly used because stress causes reflux and peptic ulcer and all. So everybody uses. You feel happy, you got some relief to distension and flatulence, and you feel hungry and you're happy. But then recent data says that that's one of the causes of renal failure. So it was thought that cannot cause any problem. It also causes many other problems. Even it can also predispose to cancer, because achlorhydria, loss of hydrochloric acid, can cause changes in the epithelium of the stomach. And no drug should be taken without real reason. Unless something is essential, don't take it. And you are not helping doctors or hospitals by taking drugs unnecessarily. We don't unnecessarily right now. Yeah, because everyone knows when to start. By the grace of God, in the Emirates, without prescription, you cannot get drugs. That's a very good thing. Yeah, because everyone knows when to start, but when to stop also we should know, right? So that's what we are specialized in. One should plan and strive not to live with drugs. That is at the root of things like this, ഇന്നത്തെ ഈ ഒരു ടോക്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഈ അറിവ് വെച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മളത് യൂസ് ചെയ്യാറില്ല. സോ ടുഡേ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും കേട്ട ഡോക്ടർ ജോണി, ഡോക്ടർ സതീഷ് പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി. വാട്ട് ആർ ദ ഡിസീസസ് ദാറ്റ് ക്യാൻ കം ടു യു, ഫുഡ് എങ്ങനെ കഴിക്കണം, വിച്ച് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് എക്സസൈസ്, ദ ബെസ്റ്റ് പെയിൻ കില്ലർ ടു ടേക്ക്, ബട്ട് പ്ലീസ് ഡോണ്ട് ടേക്ക് ഡ്രഗ്സ് ഇഫ് യു ഡോണ്ട് ഹാവ് ടു. ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ പാക്കേജസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, ആസ്ട്രോ നമുക്ക് ഓഫർ ചെയ്യുന്നത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയാണ്. സോ മാക്സിമം അത് യൂസ് ചെയ്യാനും മറ്റുള്ളവരോട് പറയാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് us and we will connect you with the doctors. And we have ഈ ആസ്റ്റർ അക്കാഫ് വെൽനെസ്സിൻ്റെ ക്യാമ്പയിനിന് വേണ്ടി നമുക്ക്
We have our own committees and we have a medical wing and the ladies wing. In the Sahayatanam, we are all there for you. Please spread the word. Let's use this to build a wellness community here. Thank you so much, Dr. Johnny. Thank you so much, Dr. Satish, for joining us, and Mr. Siraj for joining us. We are really indebted to Aster for all the help that they've been giving us. Thank you so much to all of you who have joined us. Good evening. Good evening and bye.